ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ എന്തു പാടില്ല? അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുവാൻ പാടില്ല. അന്യൻ്റെ മുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കൽ പോലും ആഗ്രഹിക്കുവാൻ പാടില്ല. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? തെറ്റാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല. അപ്പം നിങ്ങൾ വഴിയിലൂടെ പോവുകയാണ്. ഈ സമയത്ത് നിങ്ങൾ നല്ലൊരു ഭവനം കാണും, നല്ലൊരു വീട് കാണും. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, ഇതുപോലെ ഒരു വീട് എനിക്ക് വേണം, ഇതുപോലെയുള്ള ഒരു വീട് എനിക്ക് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം എന്തല്ല? തെറ്റല്ല കേട്ടോ. ഇതുപോലെയുള്ളൊരു വീടാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. ആ ആഗ്രഹം തെറ്റല്ല. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ അതിനേക്കാളും നല്ല ഒരു ഭവനം ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. നിങ്ങൾ ചിലപ്പോൾ അതിനേക്കാളും നല്ലൊരു ഭവനം നിങ്ങൾ നിർമ്മിച്ചേക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു ഭവനം നിങ്ങൾ വാങ്ങിച്ചേക്കാം. നിങ്ങളുടെ ആ ആഗ്രഹം എന്തല്ല? തെറ്റല്ല. മറിച്ച് നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, ഈ വീട്, ഈ ഭവനം എനിക്ക് വേണം എന്ന് ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം തെറ്റാണ് കേട്ടോ. ആ ആഗ്രഹം ഒരിക്കലും എന്തല്ല? ശരിയല്ല. അല്ലെങ്കിൽ ആ ആഗ്രഹം നല്ല ആഗ്രഹമല്ല. കാരണം നിങ്ങൾ ഈ വീട് എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അത് മറ്റ് ആരുടെയോ വീടാണ്. അദ്ദേഹം തൻ്റെ കഷ്ടപ്പാടുകൾ കൊണ്ട് നിർമ്മിച്ച വീടാണ്. അപ്പം ആ വീട് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് സ്വന്തമാക്കാനായി നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായേക്കാം. ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാകും. അതുകൊണ്ട് അതെന്താണ്? തെറ്റാണ് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുവാൻ പാടില്ല. നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കാം, എനിക്ക് ഇതുപോലൊരു ഭവനം ഞാൻ സ്വന്തമാക്കും, ഇതുപോലെയുള്ളൊരു ഭവനം. ചിലപ്പോൾ നിങ്ങൾ അതിനേക്കാളും നല്ലൊരു ഭവനം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ കൊണ്ടും നിങ്ങളുടെ കൊണ്ട് ചിലപ്പോൾ നല്ലൊരു ഭവനം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യരുത്? മറ്റൊരാളുടെ എന്ത് ചെയ്യരുത്? ആഗ്രഹിക്കരുത്. കാരണം ആഗ്രഹം തെറ്റാണ് കേട്ടോ. അല്ലെങ്കിൽ അദ്ദേഹം മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്നത് തെറ്റില്ല. അല്ലാതെ ഏതെങ്കിലും ഭവനം കണ്ടിട്ട് ഈ ഭവനം എനിക്ക് വേണം, ഈ ഭവനം ഞാൻ സ്വന്തമാക്കും എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. തെറ്റാണ് പറയാൻ പാടില്ല, പറയുന്നത് തെറ്റാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറഞ്ഞാൽ അന്യൻ്റെ മുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആഗ്രഹിക്കുവാൻ പാടില്ല കേട്ടോ. നല്ല ചിന്താഗതികൾക്കും നല്ല പ്രവൃത്തികൾക്കും മാത്രമേ ജീവിതത്തിൽ എന്തുള്ളൂ? ജീവിതത്തിൽ ഒരു നല്ല എക്സിസ്റ്റൻസ് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ നല്ല ഒരു നിലനിൽപ്പുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ തെറ്റായ മാർഗത്തിലൂടെ നേടുന്നതൊക്കെ എന്ത് ചെയ്യും? കടപുഴകി വീഴുമെന്നാണ് കേട്ടോ. തെറ്റായ മാർഗത്തിലൂടെ എന്ത് നേടിയാലും അതൊക്കെ എന്ത് ചെയ്യും? നിലം പൊത്തും കേട്ടോ. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല മാർഗത്തിലൂടെ, നേരായ മാർഗത്തിലൂടെ, സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം കേട്ടോ. നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് എന്ത് വേണം? പരിശ്രമം അത്യന്താപേക്ഷിതമാണ്. പരിശ്രമം കൂടാതെ ജീവിതത്തിൽ ഒരു നേട്ടങ്ങളും ഉണ്ടാവുകയില്ല. പരിശ്രമമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും പ്രധാനം. പക്ഷെ പരിശ്രമം എങ്ങനെയായിരിക്കണം? നേരായ മാർഗത്തിലൂടെ കേട്ടോ, സത്യത്തിൻ്റെ മാർഗത്തിലൂടെ വേണം നമ്മൾ മുന്നേറുവാൻ. തെറ്റായ മാർഗത്തിലൂടെ നമ്മൾ എന്ത് തന്നെ നേടിയാലും എന്തല്ല, അതൊന്നും ശാശ്വതമല്ല. ഒരു നിമിഷം കൊണ്ട് അതൊക്കെ എന്ത് ചെയ്യും? നഷ്ടമാകും കേട്ടോ. പക്ഷെ നമ്മൾ നേരായ മാർഗത്തിൽ നേടിയതാണ് എങ്കിൽ അത് പെട്ടെന്നൊന്നും നഷ്ടമാകില്ല കേട്ടോ. അത് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ മനസ്സിലാക്കണം. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക.